നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതമായ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. LDF-നായി മന്ത്രി വീണ ജോർജും UDF-നായി യുവ നേതാവ് അബിൻ വർക്കിയും NDA-ക്കായി കുമ്മനം രാജശേഖരനും അണിനിരക്കുന്ന മണ്ഡലത്തിൽ വോട്ടെടുപ്പിന് മുന്നോടിയായി നടന്ന മുഖാമുഖം പരിപാടിയിൽ അബിൻ വർക്കിക്ക് മേൽക്കൈ ലഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനമനസ് സംവാദ പരിപാടിയിലാണ് മുൻ മാധ്യമ പ്രവർത്തക കൂടിയായ വീണ ജോർജിനെ കൃത്യമായ ചോദ്യങ്ങളുടെ അബിൻ വർക്കി പ്രതിരോധത്തിലാക്കിയത്. ആരോഗ്യവകുപ്പിലെ വീഴ്ചകളും വിവാദങ്ങളും ആയുധമാക്കിയ അബിന്റെ പ്രകടനം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ സംവാദത്തിന് കുമ്മനം രാജശേഖരൻ എത്തിയതുമില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ഉന്നയിച്ചാണ് അബിൻ വർക്കി മന്ത്രിയെ കടന്നാക്രമിച്ചത്. എന്നാൽ ഈ വീഴ്ച സംഭവിച്ചത് താൻ മന്ത്രിയായിരുന്ന കാലത്തല്ല എന്നും മുൻ സർക്കാർ ഭരിക്കുമ്പോഴാണെന്നുമുള്ള വീണ ജോർജിന്റെ മറുപടി പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയെ പരോക്ഷമായി ഉന്നം വെച്ചാണ് വീണ സംസാരിച്ചതെന്ന് അബിൻ വർക്കി തിരിച്ചടിച്ചു. 2021 ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്നും 2017 ഹർഷീനയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതെന്നും ചൂണ്ടിക്കാട്ടിയ വീണ ഈ വിവാദങ്ങൾ തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചു. കണ്ണൂരിൽ വെച്ച് KSU പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തെ ചൊല്ലിയും വാക്പോര് മുറുകി. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന് അവകാശപ്പെട്ട മന്ത്രിയെ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തത് ആരോഗ്യവകുപ്പിന്റെയും ഡോക്ടർമാരുടെയും അനാസ്ഥയാണെന്ന് അബിൻ പരിഹസിച്ചു. കഴുത്തിന് പരിക്കേറ്റ മന്ത്രിയെ പണി നടക്കുന്ന റോഡിലൂടെ കാറിൽ വിട്ടത് ആരോഗ്യവകുപ്പിന്റെ പിടിപ്പ് കേടെന്ന് പറഞ്ഞായിരുന്നു അബിന്റെ തുടക്കം. മന്ത്രിയെ ആക്രമിച്ച കേസിൽ മാരകായുധം കണ്ടെത്താനായില്ലെന്ന് പോലീസാണ് പറഞ്ഞത്. മന്ത്രിയെ ആക്രമിച്ചതിന്റെ ഒരു ദൃശ്യം പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസ് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ആരും മുന്നോട്ട് വന്നില്ല. തലേന്ന് രാത്രി 11 മണിക്ക് മന്ത്രിക്ക് ഗുരുതരാവസ്ഥയാണെന്ന് പറഞ്ഞ ഡോക്ടർമാരാണ്. പക്ഷേ മന്ത്രിയെ പിറ്റേന്ന് പുലർച്ചെ ഡിസ്ചാർജ് ചെയ്തത് അനാസ്ഥ തന്നെയാണ് എന്നതിൽ സംശയമില്ലെന്നും അബിൻ പറഞ്ഞു. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് ഇനാം പ്രഖ്യാപിച്ചിട്ടും ആരും മുന്നോട്ട് വന്നില്ല എന്നത് പരിക്കിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും അബിൻ കൂട്ടിച്ചേർത്തു. ഇതിന് മിതമായ ഭാഷയിൽ മറുപടി നൽകിയ വീണ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിന്നു. സ്വർണ്ണക്കടത്ത്, ചൂരൽമല ദുരന്തം തുടങ്ങിയ വിഷയങ്ങളും സംവാദത്തിൽ പൊരിഞ്ഞ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചു. മാധ്യമപ്രവർത്തന രംഗത്തെ പരിചയസമ്പത്തുമായി സംവാദത്തിനെത്തിയ വീണ ജോർജിനെ വസ്തുതകൾ നിരത്തി നേരിട്ട അബിൻ വർക്കിയുടെ ശൈലി UDF ക്യാമ്പുകളിൽ ആവേശം പടർത്തിയിട്ടുണ്ട്. കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം ഉറപ്പാക്കുമ്പോഴും നേരിട്ടുള്ള സംവാദത്തിൽ അബിൻ വർക്കി നേടിയ ഈ വിജയം വോട്ടർമാരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ആറന്മുളയുടെ ഫലം ആർക്ക് അനുകൂലമാകുമെന്ന് വരും ദിവസങ്ങളിലെ പ്രചരണം കൂടി വിലയിരുത്തി മാത്രമേ പറയാനാകൂ. എന്തായാലും ആറന്മുള വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു വീണയുടേത്. കാരണം ആരോഗ്യവകുപ്പിനെ കുറിച്ച് നിരന്തരമായ പരാതി ഉയർന്നിരുന്ന സാഹചര്യത്തിൽ വീണയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ വീണയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം അത് കുടുംബ വിഷയമാണെന്ന് പറഞ്ഞാണ് വന്നത്. എന്നാൽ പാർട്ടി ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെ വീണയ്ക്ക് വീണ്ടും ആറന്മുളയിൽ മത്സരിക്കാൻ അനുമതി കൊടുക്കുകയും സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും വീണ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. എന്തായാലും അബിന്റെ സാന്നിധ്യം വീണയ്ക്ക് വലിയ കടുങ്കട്ടായിട്ടുണ്ട്. ആറന്മുള VIP മണ്ഡലമായി മാറുകയാണ്.